ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ നേഴ്സ്ക്യൂൻ യൂട്യൂബ് ചാനൽ. ഈ വർഷം DME എക്സാമിന്റെ കൂടെ തന്നെ, അതായത് ഈ വർഷം നടക്കാനിരിക്കുന്ന എക്സാമുകളാണ് റെയിൽവേ, അതുപോലെ ESIC എക്സാം. അത് ഉടനെ തന്നെ ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ പഠിക്കുന്നതിന്റെ കൂടെ ആ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള, അതായത് നമ്മുടെ സാധാരണ നഴ്സിംഗ് ക്വസ്റ്റ്യൻസിൽ നിന്ന് കൂടാതെ 25 മാർക്കിന് അരിത്മെറ്റിക്സ് എബിലിറ്റിയും അതുപോലെ GK റീസണിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട് റെയിൽവേയിലും അതുപോലെ തന്നെ ESIC. ESICയുടെ സിലബസ് ഞാൻ കൊടുത്തിരുന്നു കഴിഞ്ഞ ദിവസം. ഏകദേശം അതുപോലെ തന്നെയാണ് റെയിൽവേയുടെ സിലബസും. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാനൊരു പോൾ സർവേ ചെയ്തായിരുന്നു. ഡു യു വാണ്ട് വിച്ച് ടൈപ്പ് ഓഫ് തിയറി പോർഷൻസ് നൗ എന്ന് ചോദിച്ചുകൊണ്ട്. അതിൽ 520 പേര് ആ വോട്ടിന് പങ്കെടുത്തു. അതിൽ 63%, 63% ആളുകൾ റിസർച്ച്, എഡ്യൂക്കേഷൻ, അഡ്മിനിസ്ട്രേഷൻ തന്നെയാണ് വേണമെന്ന് പറയുന്നത്. അതർ നേഴ്സിംഗ് സബ്ജക്ട്സ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് 13% ആണ്. നേഴ്സ്ക്യൂൻ ക്യാൻ ഡിസൈഡ് ബെറ്റർ ഓപ്ഷൻസ് 24%. അപ്പം ഞാൻ എന്തായാലും റിസർച്ച്, എഡ്യൂക്കേഷൻ, അഡ്മിനിസ്ട്രേഷൻ പോർഷൻസിന്റെ തിയറി പോർഷൻസ് ആണ് ഇനി അങ്ങോട്ട് കൂടുതലും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നമ്മൾ റിസർച്ചിന്റെ ടെർമിനോളജീസ് ആണ് ഈ വീഡിയോയിൽ പറയുന്നത്. ആദ്യം തന്നെ നമുക്ക് അതിന്റെ തിയറി പോർഷൻസ് അങ്ങോട്ട് കളയാം. എന്തായാലും 63% ആളുകളുടെ താല്പര്യം അത് തന്നെയാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം, റിസർച്ചിന്റെ ടോപ്പിക്സിലേക്ക് പോകാം. അതുപോലെ ഇടയ്ക്ക് എഡ്യൂക്കേഷൻ, അഡ്മിനിസ്ട്രേഷൻ മാറി മാറി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്ന് റിസർച്ചിന്റെ ടെർമിനോളജീസ് പഠിക്കാം. ഹലോ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ റിസർച്ച് ടെർമിനോളജീസ് ആണ് പഠിക്കുന്നത്. ഈ ഒരു 20 ടെർമിനോളജീസ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെർമിനോളജീസ്. ഈ ഒരു വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അടുത്ത് വരുന്ന DME എക്സാമിന് മിനിമം 2 മാർക്ക് ലഭിക്കാനുള്ള എല്ലാ സാധ്യതകളുണ്ട്. വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. അതുപോലെ തന്നെ നമ്മുടെ ESIC എക്സാമും റെയിൽവേ എക്സാംസും ഉടനെ തന്നെ വരുന്നുണ്ട്. അപ്പൊ DME എക്സാമിന്റെ കൂടെ തന്നെ വരുന്ന എക്സാമുകളാണ് ESIC അതുപോലെ റെയിൽവേ എക്സാം. അപ്പം എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അസംഷൻ എന്താണ്, അസംഷൻ എന്തും എന്താണ് ഹൈപ്പോത്തസിസ് എന്നും നോക്കാം. അസംഷൻ എന്ന് പറയുമ്പോൾ എ ബിലീഫ് നോട്ട് സയന്റിഫിക്കലി ടെസ്റ്റഡ്. It's a statement considered to be true but not scientifically tested. Assumption is a belief. It's not scientifically tested. ഇപ്പൊ എന്താ പറയാ, old age people having sleep problem, or we can say that pediatric groups having easily they will get illness. അങ്ങനെ എന്തെങ്കിലും ഒരു സെന്റൻസ്, ഓൾഡ് ഏജ് പേഴ്സൺസ് ഹാവിങ് സ്ലീപ്പ് പ്രോബ്ലംസ് എന്ന് പറഞ്ഞ പോലെ അങ്ങനെ എന്തെങ്കിലും ഒരു സെന്റൻസ് നമുക്ക് ഒരു അസംഷൻ ആയിട്ട്, ദാറ്റ് മേ ബി ട്രൂ. അസംഷൻ ആർ ബേസിക്കലി ബിലീഫ് ആൻഡ് ഐഡിയാസ് ദാറ്റ് വി ഹോൾഡ് ടു ബി ട്രൂ. ലിറ്റിൽ ഓർ നോ എവിഡൻസ് ആർ നോട്ട് സ്റ്റാറ്റിസ്റ്റിക്കലി ടെസ്റ്റഡ് ഇൻ റിസർച്ച്. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കലി ടെസ്റ്റ് ചെയ്യുന്നില്ല അസംഷൻ, പക്ഷെ നമ്മൾ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് അതിന്റെ വ്യത്യാസം. ബിലീവ്സ് അബൌട്ട് ദ വേരിയബിൾസ്, വേരിയബിൾസ് ആയിട്ടുള്ള ഒരു ബിലീഫാണ്, ഒരു വിശ്വാസമാണ്. ഹൈപ്പോത്തസിസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ പ്രഡിക്ഷൻ ഓഫ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 വേരിയബിൾ. ഇപ്പം എന്താണെങ്കിലും, ഇപ്പം സോങ്സ് അതുപോലെ സ്ലീപ്പ്, എക്സസൈസ്, സ്ലീപ്പ്, അങ്ങനെ എന്തെങ്കിലും 2 വേരിയബിൾ തമ്മിലുള്ള, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫീവർ ഇഞ്ചക്ഷൻ, പാരസിറ്റമോൾ ഇഞ്ചക്ഷൻ, അങ്ങനെയുള്ള 2 വേരിയബിൾ തമ്മിലുള്ള പ്രഡിക്ഷൻ ആണ്. ഇറ്റ് ക്യാൻ ബി സ്റ്റാറ്റിസ്റ്റിക്കലി ടെസ്റ്റഡ് ഇൻ റിസർച്ച്, മേ ബി ആക്സെപ്റ്റഡ് ഓർ റിജക്റ്റഡ്. ഹൈപ്പോത്തസിസ് is a prediction about relationship between 2 or more variable. അപ്പം അസംഷനും ഹൈപ്പോത്തസിസും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അസംഷൻ എന്ന് പറയുമ്പോൾ ബിലീഫാണ്, ഷോർട്ട് സെന്റൻസിൽ പറയുന്നതാണ്. അത് നമ്മൾ ഒരിക്കലും സ്റ്റാറ്റിസ്റ്റിക്കലി ടെസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുമ്പോൾ പ്രഡിക്ഷൻ ഓർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 വേരിയബിൾ, 2 or more വേരിയബിൾ ആണ്. അത് നമ്മൾ റിസർച്ചിൽ സ്റ്റാറ്റിസ്റ്റിക്കലി ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് തമ്മിലുള്ള വ്യത്യാസം. ദ വേരിയബിൾസ് എന്താണെന്ന് നോക്കാം. വേരിയബിൾസ് റെപ്രസെന്റ്സ് ദ മെഷറബിൾ ട്രേറ്റ്സ് ദാറ്റ് ക്യാൻ ചേഞ്ച് ഓവർ ദ കോഴ്സ് ഓഫ് എ സയന്റിഫിക് എക്സ്പെരിമെന്റ്. വേരിയബിൾസ് എന്ന് പറയുമ്പോൾ മെഷറബിൾ ട്രേറ്റ്സ് ആണ്. വേരിയബിൾസ് എന്ന് പറയുമ്പോൾ എന്താണ്, മെഷറബിൾ ട്രേറ്റ്സ് ആണ്. ദാറ്റ് ക്യാൻ ചേഞ്ച് ഓവർ ദ കോഴ്സ് ഓഫ് എ സയന്റിഫിക് എക്സ്പെരിമെന്റ്. ഒരു എക്സ്പെരിമെന്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ് വേരിയബിൾസ്. ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതും അല്ലാത്തതും ഉണ്ട്. ബട്ട് ഈസ് കണ്ടിന്യൂസ് വേരിയബിൾ ക്യാൻ ടേക്ക് ഓൺ an unlimited number of values between the lowest and highest point of measurement. Continuous variables include such things as speed and distance. Speed, distance, height, weight, ഇതൊക്കെ കണ്ടിന്യൂസ് വേരിയബിൾ എക്സാമ്പിൾ ആണ്. അതായത് അൺലിമിറ്റഡ് നമ്പർ ഓഫ് വാല്യൂ ആണ്. ലോവസ്റ്റ് മുതൽ ഹയസ്റ്റ് പോയിന്റ്സ് ഓഫ് മെഷർമെന്റ്സിൽ വരുന്ന അൺലിമിറ്റഡ് വാല്യൂസ് ആണ് കണ്ടിന്യൂസ് വേരിയബിളിൽ വരുന്നത്. എ ഡൈക്കോട്ടോമസ് വേരിയബിൾ ഈസ് വൺ ദാറ്റ് ടേക്സ് on one of
only two possible values when observed or measured. Dichotomous variable എന്ന് പറയുമ്പോൾ രണ്ട് വാല്യൂ നമുക്ക് മെഷർ ചെയ്യാൻ സാധ്യതയുള്ളതാണ്, ഒബ്സർവ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ if we were looking at a gender, we would most preferably categorize somebody as either male or female. അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഓർ എസ് ഓർ നോ അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന വേരിയബിൾ ആണ് ഡൈക്കോട്ടോമസ് വേരിയബിൾ. അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ദ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഈസ് ദ കോസ്. കോസ് വേരിയബിൾ ഏതാന്ന് ചോദിച്ചാൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. ദ ഡിപെൻഡന്റ് വേരിയബിൾ ഈസ് ദ എഫക്റ്റ്. അപ്പൊ നമ്മൾ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പഴയ വീഡിയോകളൊന്ന് കാണുക. അതിനകത്ത് കോസ് ആൻഡ് എഫക്റ്റ്, ഇപ്പം സ്ലീപ്പ് പ്രോബ്ലംസ് ആൻഡ് സ്മോക്കിംഗ് ക്യാൻ കോസ് സ്ലീപ്പ് പ്രോബ്ലംസ്. സോ സ്മോക്കിംഗ് ഈസ് ദ കോസ് ആൻഡ് സ്ലീപ്പ് പ്രോബ്ലംസ് ആർ ദ എഫക്റ്റ്. ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, എഫക്ട് ഓഫ് സ്മോക്കിംഗ് ആൻഡ് ലങ് ക്യാൻസർ. ഇവിടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ സ്മോക്കിംഗ് ആണ് ആൻഡ് ഡിപെൻഡന്റ് വേരിയബിൾ ലങ് ക്യാൻസർ ആണ്. സോ സ്മോക്കിംഗ് ഈസ് ദ കോസ് ആൻഡ് എഫക്ട് ഈസ് ദ ലങ് ക്യാൻസർ. The patient is continuously smoking since 4 years and he diagnosed lung cancer after 4 years. So the effect of smoking is lung cancer. So smoking is the cause and lung cancer is the effect. Smoking is the independent variable. The researcher can manipulate the independent variable. Smoking കുറച്ച് കൊണ്ടുവരാൻ നിർത്താം, പക്ഷെ റിസർച്ചറിന് ഡിപ്പെൻഡന്റ് വേരിയബിളിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയില്ല. ലങ് ക്യാൻസറിനെ പൂർണ്ണമായിട്ട് നമുക്ക് ലങ് ക്യാൻസറിനെ അവിടെ നിന്ന് എടുത്ത് മാറ്റാൻ കഴിയില്ല റിസർച്ചറിന്. സോ ദാറ്റ് ഈസ് ഡിപ്പെൻഡന്റ് വേരിയബിൾ. സോ ഹിയർ സ്മോക്കിംഗ് ഈസ് ദ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആൻഡ് ലങ് ക്യാൻസർ ഈസ് ദ ഡിപ്പെൻഡന്റ് വേരിയബിൾ. Independent variable believes to influence on dependent variable. Then conceptual framework is a network of interrelated concepts, illustrates what you expect to find through your research, is an analytical tool that is used to get a comprehensive understanding of phenomenon. Conceptual framework എന്ന് പറയുമ്പോൾ a network of interrelated concepts ആണ്. അപ്പോൾ നമുക്ക് കൺസെപ്റ്റൽ ഫ്രെയിംവർക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് വാട്ട് യു എക്സ്പെക്ട് ഇൻ ദ റിസർച്ച് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇറ്റ്സ് ആൻ അനലിറ്റിക് ടൂൾ. സെറ്റിംഗ്, ദാറ്റ് മീൻസ് ദ ഫിസിക്കൽ ലൊക്കേഷൻ ആൻഡ് കണ്ടീഷൻ ഇൻ വിച്ച് ഡാറ്റ കളക്ഷൻ ടേക്ക് പ്ലേസ് ഇൻ എ സ്റ്റഡി. എവിടെ വെച്ചാണ് നമ്മൾ റിസർച്ച് ചെയ്യുന്നത്? ഇപ്പൊ നിങ്ങളൊരു കോളേജ് സ്റ്റുഡൻസിനാണ് റിസർച്ച് ചെയ്യുന്നതെങ്കിൽ നോളജ് ലെവൽ അസസ് ചെയ്യുകയാണ് MSc നഴ്സിംഗ് സ്റ്റുഡന്റും BSc നഴ്സിംഗ് സ്റ്റുഡന്റും. സോ ദ ലൊക്കേഷൻ ദാറ്റ് ഈസ് സെറ്റിംഗ്സ്. കോളേജ് ആണ് ലൊക്കേഷൻ. സോ ലൊക്കേഷൻ സെറ്റിംഗ്സ് എന്ന് പറയുമ്പോൾ കോളേജ് ആണ്. അടുത്ത സ്ലൈഡിലേക്ക് പോവാം. A research critic is an analysis of a research undertaking that focuses on its strength and limitations. റിസർച്ച് ക്രിട്ടിക് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു റിസർച്ചിന് ഫോക്കസ് ചെയ്യാണ്. ഒരു റിസർച്ച് ആകുമ്പോൾ അതിന്റെ സ്ട്രെങ്തും വീക്ക്നെസ്സും ഉണ്ടാവും. അനലൈസ് ചെയ്യുന്നതിനാണ് നമ്മൾ റിസർച്ച് ക്രിട്ടിക് എന്ന് പറയുക. മേ ബി എ ഗ്രൂപ്പ് ഓഫ് പാനൽ ഓഫ് മെമ്പേഴ്സ് ക്യാൻ അനലൈസ് യുവർ റിസർച്ച് ഡ്യൂറിംഗ് പ്രസന്റേഷൻ ടൈം. സോ ദാറ്റ് ഈസ് റിസർച്ച് ക്രിട്ടിക്. Generalization, an idea or conclusion having general application. He spoke in broad generalities. A researcher may generalize the results of a survey of 350 students in a school to the school population as a whole. അപ്പോൾ ജനറലൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും റിസർച്ച് ചെയ്യുമ്പോൾ ജനറലൈസ് ചെയ്യുകയാണ്. കാരണം നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ ഒരു രാജ്യത്തെ മൊത്തം ആളുകളെ എടുത്ത് സ്റ്റഡി ചെയ്യാൻ കഴിയില്ല. അപ്പൊ നമ്മളൊരു പർട്ടിക്കുലർ ഏരിയയിലുള്ള ആളുകളെ എടുത്തിട്ട് ഒരു 300 പേരെ സ്റ്റഡി എടുക്കുന്നു, അല്ലെങ്കിൽ 500 പേരെ, ഒരു 1000 പേരെ എടുത്തിട്ട് പഠിച്ചിട്ട് അതിനെ നമ്മൾ മൊത്തം ഏരിയ ആയിട്ട് ജനറലൈസ് ചെയ്യാണ്. അങ്ങനെയാണ് ഓരോ ഡയഗ്നോസിസ്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു MI പേഷ്യൻസിന്റെ ഒരു സ്റ്റഡി നടക്കുകയാണ്. അപ്പം നമ്മുടെ ഒരു പ്രത്യേക ഏരിയയിലുള്ള എത്ര MI പേഷ്യൻസ് ഉണ്ടെന്ന് സെലക്ട് ചെയ്യുന്നു. അത് നമ്മൾ കേരളത്തിൽ മൊത്തം ആ ഒരു ജനറലൈസേഷൻ കൊടുക്കുകയാണ്. അപ്പൊ നമ്മുടെ കേരളത്തിൽ എത്ര MI പേഷ്യൻസ് ഒരു വർഷം അല്ലെങ്കിൽ ഒരു മാസം ഉണ്ടാകുമെന്ന് അറിയാൻ കഴിയും. അതാണ് ജനറലൈസേഷൻ. ദെൻ നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. Delimitations define the scope of the study. They set the boundaries of the study, normally under control of the researcher based on the researcher's decision of what to include and what to exclude. അപ്പൊ ഡീലിമിറ്റേഷൻ എന്ന് പറയുമ്പോൾ റിസർച്ചറിന്റെ കൺട്രോളിലാണ് ഉള്ളത്. സോ ഇറ്റ് ഈസ് ബൗണ്ടറീസ് ഓഫ് ദ സ്റ്റഡി. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്പർ ആൻഡ് കൈൻഡ്സ് ഓഫ് സബ്ജക്ട്സ്, ട്രീറ്റ്മെന്റ് കണ്ടീഷൻസ്, ടെസ്റ്റ്, മെഷേഴ്സ്, ഇൻസ്ട്രുമെന്റ്സ് used, type of equipment, location, environmental settings,
ഇതൊക്കെ എക്സാമ്പിൾ ആണ്. ഇതൊക്കെ ഡീലിമിറ്റേഷൻ എന്ന് പറയുമ്പോൾ റിസർച്ചറുടെ കൺട്രോളിലാണ്. അപ്പൊ എക്സാമ്പിൾ നിങ്ങൾ ഓർത്ത് നോക്കുക, എക്സാമിന് ചോദിക്കാം. ഡീലിമിറ്റേഷൻ എന്ന് പറയുമ്പോൾ റിസർച്ചർ ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പൊ നമ്പർ ആൻഡ് കൈൻഡ് ഓഫ് സബ്ജക്ട്, ഏത് തരത്തിലുള്ള ആളുകളെ എടുക്കണം, അപ്പൊ ഏത് തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കേണ്ടത്, എങ്ങനെയുള്ള എക്സ്പെരിമെന്റ് ആണ് കൊടുക്കേണ്ടത്, ഏതൊക്കെ ടെസ്റ്റ് ആണ് കൊടുക്കേണ്ടത്. ഇപ്പം ബ്ലഡ് പ്രഷർ ചെക്കിംഗ് ആണെങ്കിൽ അത് ഏത് രീതിയിൽ, ഇപ്പൊ ഡിജിറ്റൽ ബിപി വൈറസ് കൊണ്ട് എടുക്കണോ അതോ മാനുവൽ ആയിട്ട് ടെസ്റ്റ് ചെയ്യണോ, അതൊക്കെ ഡിസൈഡ് ചെയ്യുന്നതാണ് ഡീലിമിറ്റേഷൻസ്. ബട്ട് ലിമിറ്റേഷൻസ് ആർ ഇൻഫ്ലുവൻസസ് ദാറ്റ് ദ റിസർച്ചർ കനോട്ട് കൺട്രോൾ, that is restrictions of the study, participants not participating, sample size, location, sampling technique, variable used. So the difference between delimitation and limitation നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ലിമിറ്റേഷൻ എന്ന് പറയുമ്പോൾ റിസർച്ചറിന്റെ കയ്യിലുള്ള കാര്യങ്ങളല്ല. ഇപ്പോൾ പാർട്ടിസിപ്പൻസ് നമ്മൾ ഉദ്ദേശിച്ച പോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല, അവർ നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള എക്സ്പെരിമെന്റ് ചെയ്യുന്നില്ലെങ്കിൽ അത് ദാറ്റ് വിൽ അഫക്ട് ദ സ്റ്റഡി. ദെൻ സാമ്പിൾ സൈസ് നമ്മൾ ഉദ്ദേശിച്ച പോലെ കിട്ടിയില്ല, ലൊക്കേഷൻ വളരെ ദൂരത്താണ്, എത്തിപ്പെടാൻ പ്രയാസമുണ്ട്, സാമ്പിളിംഗ് ടെക്നിക്ക് നമ്മൾ ഉദ്ദേശിച്ച പോലെ കിട്ടിയില്ല, വേരിയബിൾസ് യൂസ് ചെയ്യുന്നത് ശരിയായില്ല, അതൊക്കെ ലിമിറ്റേഷൻസ് ആണ്. സോ വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. വാട്ട് ഈസ് പോപ്പുലേഷൻ ആൻഡ് സാമ്പിൾ? എ പോപ്പുലേഷൻ ഈസ് എ കംപ്ലീറ്റ് സെറ്റ് ഓഫ് പീപ്പിൾ വിത്ത് സ്പെഷ്യലൈസ്ഡ് സെറ്റ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് എ സാമ്പിൾ ഈസ് എ സബ്സെറ്റ് ഓഫ് ദ പോപ്പുലേഷൻ. ദ സൈസ് ഓഫ് ദ സാമ്പിൾ ഈസ് ഓൾവേസ് ലെസ് ദാൻ ദ ടോട്ടൽ സൈസ് ഓഫ് ദ പോപ്പുലേഷൻ. അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കുന്നു ഞാൻ കരുതുന്നു. കാരണം നമ്മൾ ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു കോളേജിൽ, നമ്മൾ ഒരു നഴ്സിംഗ് കോളേജിൽ പോകാമെന്ന് വിചാരിക്കുക. നമുക്ക് ആ നഴ്സിംഗ് കോളേജിലുള്ള ഒരു പ്രത്യേക ക്ലാസ്സിൽ മാത്രം എടുത്താൽ മതി. പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ ആ നഴ്സിംഗ് കോളേജിൽ 600 പിള്ളേരുണ്ടെങ്കിൽ 600 പിള്ളേരെ നമുക്ക് വേണ്ട, ഒരു ക്ലാസ്സിലുള്ള 60 പിള്ളേരെ മാത്രം മതി. പോപ്പുലേഷൻ മീൻസ് 600 പിള്ളേരാണ്, നമ്മൾ എടുക്കുന്ന 60 പിള്ളേരാണ് സാമ്പിൾ. സോ സാമ്പിൾ ഈസ് എ സബ്സെറ്റ് ഓഫ് പോപ്പുലേഷൻ. ഇവിടെ നിങ്ങൾക്ക് ധാരാളം പിള്ളേരെ ഇങ്ങനെ കാണാം, ഇതാണ് പോപ്പുലേഷൻ. ഇവിടെ സാമ്പിൾ എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് നമ്മൾ 5 സാമ്പിൾ എടുത്തു. സോ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലായെന്ന് വരുന്നു. നെക്സ്റ്റ് സ്ലൈഡ്. വാട്ട് ഈസ് ഇൻഡക്റ്റീവ് റിസർച്ച് ആൻഡ് ഡിഡക്റ്റീവ് റിസർച്ച്? ഇൻഡക്റ്റീവ് റിസർച്ച് എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ സ്റ്റാർട്ട് ഫ്രം ദ ഒബ്സർവേഷൻ. നമ്മൾ ഒബ്സർവേഷനിൽ നിന്നാണ് ഇൻഡക്റ്റീവ് റിസർച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ ഡിഡക്റ്റീവ് റിസർച്ച് എന്ന് പറയുമ്പോൾ തിയറിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഒബ്സർവേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് തിയറിയിൽ അവസാനിക്കുന്നതാണ് ഇൻഡക്റ്റീവ് റിസർച്ച്. ഇൻഡക്റ്റീവ് റിസർച്ച് ബിഗിൻ വിത്ത് എ റിസർച്ച് ക്വസ്റ്റ്യൻ ആൻഡ് ദ കളക്ഷൻ ഓഫ് എംപിരിക്കൽ ഡാറ്റ വിച്ച് ആർ യൂസ്ഡ് ടു ജനറേറ്റ് ഹൈപ്പോത്തസിസ് ആൻഡ് തിയറി. ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം, ഇൻഡക്റ്റീവ് റിസർച്ച് എന്ന് പറയുമ്പോൾ ബിഗിൻ വിത്ത് എ റിസർച്ച് ക്വസ്റ്റ്യൻ. വിച്ച് ടൈപ്പ് ഓഫ് റിസർച്ച് ബിഗിൻ വിത്ത് എ റിസർച്ച് ക്വസ്റ്റ്യൻ? ഇൻഡക്റ്റീവ് ആണോ ഡിഡക്റ്റീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഡക്റ്റീവ് ആണ്. That will start with the research questions or observation and end with the theory. അപ്പോൾ തിയറി നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് ഇൻഡക്റ്റീവ് റിസർച്ചിൽ. ബട്ട് ഡിഡക്റ്റീവ് റിസർച്ചിൽ തിയറി ഉണ്ടാകും, ഓൾറെഡി എ തിയറി വിൽ ബി ദെയർ. സോ ഡിഡക്റ്റീവ് റിസർച്ച് അപ്രോച്ചസ് യൂഷ്വലി ബിഗിൻ വിത്ത് എ തിയറി ഡ്രിവൺ ഹൈപ്പോത്തസിസ് വിച്ച് ഗൈഡ് ഡാറ്റ കളക്ഷൻ ആൻഡ് അനാലിസിസ്. ഫൈനലി കൺഫർമേഷൻ സ്റ്റേജിലേക്ക് പോകുന്നതാണ് ഡിഡക്റ്റീവ് സ്റ്റേജ്. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സോ അത്രേ ഉള്ളൂ ഈ വീഡിയോ. നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ പോയിന്റ്സ് ആണ് പറഞ്ഞു പോയത്. എക്സാമിന് ചോദിക്കാൻ വളരെ സാധ്യതയുള്ള പോയിന്റ്സ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ധാരാളം ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ നേഴ്സ് ക്യൂൻ യൂട്യൂബ് ചാനൽ, ടെലഗ്രാം ചാനൽ. നിങ്ങൾ ജോയിൻ ചെയ്യുക. ആൻഡ് യു ക്യാൻ ജോയിൻ മെമ്പർഷിപ്പ് ബട്ടൺ ഓൾസോ. Please like and share this video. Don't forget to subscribe.